ഹലോ, എനിക്ക് എൻ്റെവർക്ക് നല്ല എട്ടിൻ്റെ പണി തന്നൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണം, ആരുടെയും മറ്റുള്ളവരുടെ വണ്ടി ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകരുതെന്നൊക്കെ ആഗ്രഹിച്ച് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് അത് നമ്മൾ ആ ഒരു ടൈമിൽ നല്ല റീസെൻ്റ്ലി നല്ല ഒരു മോഡലും ഒക്കെ നോക്കിയൊക്കെ എടുത്തതാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ വണ്ടി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എൻറ്റോർക്ക് 125 ഈ വണ്ടി എനിക്ക് നല്ല എട്ടിൻ്റെ പണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ സർവീസ് കഴിഞ്ഞിട്ടില്ല, 4ാമത്തെ സർവീസ് കഴിഞ്ഞിട്ടില്ല, 3ാമത്തെ സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3ാമത്തെ സർവീസ് തൊട്ട് എൻ്റെ വണ്ടി ഈ ചാവി ഇട്ട് തിരിക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ടാകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് തള്ളി നീക്കി. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനെന്തോ സംതിങ് പ്രോബ്ലമാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, എൻ്റെ മൊത്തം ഇപ്പോൾ ഈ വണ്ടി 4360 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ സർവീസല്ല, സെക്കൻഡ് സർവീസ് തൊട്ട് എൻ്റെ വണ്ടി സ്റ്റാർട്ടാകാതെ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുക. അവസാനം പിന്നെ ഈ എന്താ പറയണ്ടേ, ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നിന്ന് പോവുക വണ്ടി, ചിലപ്പം നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിയുമ്പം സ്റ്റാർട്ടാക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. പുത്തൻ വണ്ടിയാണെന്ന് ഓർത്തോണം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഞങ്ങളുടെ ഓണത്തിൻ്റെ സമയത്ത് മല്ലപ്പള്ളിയിൽ പോയിട്ടൊന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വണ്ടി എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ നടു റോഡിൽ പെട്ടുപോയി. ഒരു 1/4 മണിക്കൂർ അവിടെ ഞാൻ പെട്ടുപോയി. ഭാഗ്യത്തിന് ഞങ്ങളുടെ TVSൻ്റെ ഷോറൂമിൻ്റെ മുമ്പിലായിരുന്നു. പിന്നെ ആ ചെക്കന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടി എനിക്ക് അന്നേരം അവർ അഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ലെന്നൊക്കെ അവർ പറഞ്ഞു. നിങ്ങൾ ഇതിനകത്ത് നോക്കി കാണാം, എൻ്റെ സർവീസ് 3 ആകെ കഴിഞ്ഞിട്ടുള്ളൂ, 4ാമത്തെ സർവീസ് കിടക്കുന്നതേ ഉള്ളൂ, ഫ്രീ സർവീസ്. എന്നിട്ടെന്താ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് അവർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, ഇനി ഇങ്ങനെ ആവുകയാണെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഇത് കൊണ്ടുവന്നതിൻ്റെ അടുത്ത ദിവസം ഇതിങ്ങനെ തന്നെയായി. പിന്നെ ഞാൻ രാത്രിയിൽ അന്നേരം തന്നെ രാത്രിയിലല്ല, ഒരു 5 മണിയൊക്കെ ആകുന്നതിന് മുമ്പേ തന്നെ വീണ്ടും TVSൻ്റെ അവിടെ കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്യണം, കാരണം ഇനി ആരോടെ കംപ്ലയിൻറ്റ് പറയുന്നതെന്നൊക്കെ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും, വണ്ടി ഷോറൂമിൽ വെച്ചിട്ട് നിങ്ങൾ പൊക്കോ, നാളെ രാവിലെ അവർ ചെക്ക് ചെയ്തിട്ട് അവർ എന്താണെന്നുള്ള കറക്റ്റ് പറയാമെന്ന് പറഞ്ഞു. അവരെന്നിട്ട് ചെക്ക് ചെയ്യാനൊക്കെ എനിക്ക് ജോലിയുള്ളതുകൊണ്ട് ഞാൻ വൈകിട്ടായപ്പോഴത്തേക്ക് ചെന്നപ്പോൾ അവർ പറയണേ കീബോർഡോ അതിൻ്റെ കീ സ്വിച്ച് കംപ്ലയിൻറ്റാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറ്റിയെന്ന്. ഈ വണ്ടി അധികം ഓടിയിട്ടും ഇല്ല. ഞാൻ ആകെപ്പാടെ ഒരു 2 കിലോമീറ്റർ മാത്രമാണ്, എൻ്റെ സ്കൂളിലോട്ട് മാത്രം പോകാനാണ് വണ്ടി എടുക്കണത്. പിന്നെ അധികം ഈ വണ്ടി അങ്ങനെ ഓടിയിട്ടില്ല. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പുതിയ വണ്ടി. ഈ കീ സ്വിച്ച് കംപ്ലയിൻ്റ് ആണെങ്കിൽ എന്തുവാ ഈ വണ്ടിയുടെ ഇതൊന്നും നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഇതല്ലേ ഉള്ളൂ. അപ്പം ഞാനോർത്ത് എൻ്റെ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫേസ്ബുക്കിലാണോ റീലിലാണോ എന്ന് എനിക്കറിയത്തില്ല, ആരൊക്കെയോ ഈ TVSനെ പറ്റിയിട്ടൊരു വീഡിയോ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പകുതി കമൻറ്റ് ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇങ്ങനെ പെൺപിള്ളേർ, എനിക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും വണ്ടീനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നാലും ഇതുപോലെ പണിയൊന്നും വാങ്ങിച്ച് ആരും വെക്കരുത്. ഇനി എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുമെന്നും എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നും ഇല്ല. എങ്കിലും എൻ്റെ വർക്ക് എടുക്കാൻ പോകുന്നവരോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ വണ്ടി ഇതാണ്, അവൾക്കും അപ്പോൾ ഇതുപോലെ സ്റ്റാർട്ടാകാഞ്ഞിട്ട് അവളുടെ ആ ഫ്രണ്ടിലത്തെ ആ ഡിസ്പ്ലേ ഉണ്ടല്ലോ അത് മാറിയപ്പോൾ അവളുടെ ഓക്കെ ആയി. അപ്പം പുത്തൻ വണ്ടിയൊക്കെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനെന്ന് പറ.